സോ ഗൈസ്, നമ്മളപ്പം കൊടൈക്കനാലിലാണ് ട്രിപ്പ് പോകുന്നത്. അപ്പം നമ്മൾ വണ്ടി എടുത്ത് ഷെഡിൽ നിന്ന് ഇറക്കി വെളിയിലിട്ടിട്ടുണ്ട്. ഇപ്പോൾ ആൾക്കാരൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിതാ പിച്ചോടെ വണ്ടിയിൽ സാധനങ്ങളൊക്കെ വയ്ക്കുന്നുണ്ട്. പിച്ചു, നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എവിടെയാണെന്ന് എനിക്കറിയാൻ എങ്ങോട്ടാണ് പോണത്? നമ്മൾ ഞാനും അനുവും ആൻഡ് അപ്പുവും ഞങ്ങളെല്ലാം ബാക്കിൽ വന്നിട്ടുണ്ട് അല്ലേ അണ്ണാ? അപ്പോൾ ഇന്നൊരു മൊത്തം ഒരു പൊളിയായിരിക്കും. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ട്രിപ്പ് ഇവിടെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ബാക്കി വീഡിയോസ് വഴി കാണാം അല്ലേ? അങ്ങനെ വണ്ടിക്കകത്ത് ആളെല്ലാം ഫില്ലായിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വണ്ടി പമ്പിൽ നിർത്തി. ഇപ്പോൾ ഏകദേശം എണ്ണയൊക്കെ അടിച്ചതിന് ശേഷം എല്ലാവർക്കും ബാത്റൂമിൽ പോകാനായിട്ട് നിർത്തിയതാണ്. അപ്പോൾ നമ്മൾ ചെറുക്കാൻ ബാത്റൂമിൽ പോയിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നേരെ വണ്ടി ചേർത്തിട്ട് കയറാം. ഗൈസ്, ഇനി എന്തെങ്കിലും ട്രിപ്പ് എന്തെങ്കിലും കോർഡിനേഷൻ ഉണ്ടെങ്കിൽ ഇതാണ്ട് ഈ കിടക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. റാംബോ ട്രാവൽസ് എന്ന് പറഞ്ഞ പേജിൽ കോൺടാക്ട് ചെയ്യാം. അപ്പം ബൈ ദ വഴി പറയുകയാണെങ്കിൽ നമ്മൾ നേരെ കൊടൈക്കനാലിലോട്ടാണ് പോകുന്നത്. കൂടുതൽ വീഡിയോസ് നിങ്ങളും കാണാം. ഇതാണ് നമ്മളെ അങ്ങനെ റിബോണിൻ്റെ ഫാമിലിയോട് അതോ കടയിലോട്ട് കഴിക്കും. അങ്ങനെ നമ്മൾ കാപ്പി പിടിക്കാൻ വന്നേന്നു. ഇതാണ് നമ്മുടെ കിച്ചു. ഗൈസ്, എന്തെങ്കിലും ട്രിപ്പ് ഉണ്ടെങ്കിൽ ചെറുക്കനെ കോൺടാക്ട് ചെയ്യുക. എല്ലാ വള്ളി പിടിക്കുന്ന ട്രിപ്പുകളും ചെറുക്കൻ എടുക്കുന്നതാണ്. ആണ് ചെറുക്കനെ സ്പെഷ്യാലിറ്റി. അങ്ങനെ ചെറുക്കനെ നമ്മളിവിടെ നിർത്തിയിട്ടുണ്ട്. ഇതാണ് ഹോട്ടലിൻ്റെ ഒരു A1. എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ടിരുന്നു. എല്ലാവരും കയറി. അപ്പോൾ നമ്മുടെ ടീമെല്ലാം ഇവിടെ വന്നു. അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിരുന്നു. അപ്പോൾ നമ്മളെ ബില്ല് നമ്മൾ കൊടുക്കാൻ വന്നപ്പോൾ സമ്മതിക്കുന്നില്ല നമ്മളെ മുതലാളി. അപ്പോൾ മുതലാളി ബില്ല് കൊടുത്തോളാം എന്ന് പറഞ്ഞു. ഫൈനലി നമ്മൾ നേരെ പരുന്തംപാറ എത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അങ്ങനെ ചെറുക്കനെ നമ്മൾ ഇവിടെ പാർക്ക് ചെയ്തു. സാരഥി ഇപ്പോഴും റിനോണം തന്നെയാണ്. അപ്പോൾ ഇനി നമുക്ക് ആളിനെയൊക്കെ ഇറങ്ങാം. താഴോട്ട് കറങ്ങാണ്ട് ഇജു. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ നേരെ പരുന്തംപാറ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ എല്ലാവരെയും ഇറക്കി. ഇപ്പം ഞങ്ങൾ 3 പേര് മാത്രമേ ആയി. ബാക്കി അവിടെ കുറച്ച് ഇരിപ്പുണ്ട്. ബാക്കി ഇതോ നമ്മൾ മാത്രമേ ഉള്ളൂ. നമ്മൾ ജസ്റ്റ് ഇവിടെ കയറിയിട്ട് നേരെ കൊടൈക്കനാലിൽ പോകാമെന്ന് പറഞ്ഞു വന്നേ. അതാണ്ടാ, നമുക്ക് ഒരു ചിലവ് അറിയണ്ട. നമുക്ക് വെള്ളത്തിന് വെള്ളം, ഫുഡിന് ഫുഡ്. ഇങ്ങനെ മുതലാളി കിട്ടിയ പുണ്യം ചെയ്യണ്ടേ അല്ലേ ചേച്ചി? ഇപ്പൊ നമ്മൾ ഇത്രയും പേര് മാത്രമല്ല. റിബോണ്ടായി, ചേച്ചി, ലിയോ, ചിക്കു, അപ്പു, അനു, ഗൈസ്. അങ്ങനെ നമ്മളെ ബ്രെഡ് ഓംപ്ലേറ്റ് കഴിച്ചു. സോറി, ബ്രെഡ് ഉണ്ടാ. ഗൂഗിൾ പേയിൽ പൈസ വെച്ചിട്ടിരിക്കുന്നുണ്ടാ. ഏതാ ഇങ്ങനെ മുതലാളി കിട്ടുമോ? ഫൈനലി റിനോണ് മാറിയെടുത്ത ഹോട്ട് സീറ്റിലേക്ക് റിബോണ കയറിയിരിക്കുകയാണ്. ആ ചിരി നോക്കൂ ഗൈസ്. കോഴിയില്ല. എങ്ങനെയുണ്ട് ട്രിപ്പ്? ഇതുവരെ കുഴപ്പമില്ല. ഇവിടെ ഇപ്പോഴത്തെ ഒരു വണ്ടി എടുക്കും. പെണ്ണുങ്ങളെ നോക്കി എവിടെ ഓടി എത്തുന്നു. റെക്കോർഡ് ചെയ്ത് തന്നെ എടുക്കാം. വീഡിയോ കേട്ടിരിക്കും. അങ്ങനെ ഞങ്ങളെല്ലാം എന്താ കഴിക്കാനായിട്ട് വന്നു. അവനുണ്ട്. അങ്ങനെ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ നേരെ ബസ്സിൽ കയറി കോഴിമുട്ടായി വാങ്ങി. ഇവിടെ അന്താരാഷ്ട്ര കളികളൊക്കെ ഉണ്ട്. അന്താരാഷ്ട്ര കളിയാണ് ഞങ്ങളാണ്. സാരഥി
നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? നമ്മളെ മുന്തിരിത്തോട്ടം കാണാനായി കമ്പംമേട്ടിലാണ് നിൽക്കുന്നത്. ഇറങ്ങി വരുന്നില്ലേ? ഇറങ്ങി വരും. ഞങ്ങൾ മുന്തിരിപ്പാടത്തിൻ്റെ അകത്തോട്ട് കയറിയിരിക്കുകയാണ്. സോറി, മുന്തിരിത്തോപ്പിൻ്റെ അകത്ത് കയറി. അത് തന്നെ, മുന്തിരിപ്പാടം വിസിറ്റ് ചെയ്യാനായിട്ട് 2 കപ്പിൾസ് നടന്നു പോകുന്നു. ഞങ്ങൾ അങ്ങനെ മുന്തിരി കഴിക്കണമെന്ന മോഹമായി മുന്തിരിപ്പാടത്തിൻ്റെ അകത്ത് കയറിയിരിക്കുകയാണ്. കണ്ടറിയാം. എന്തായിരുന്നു? മുന്തിരി പറിക്കരുത്. ഡോണ്ട് പ്ലക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും എത്തിയിട്ടുണ്ട്. എന്താ മുന്തിരികളൊക്കെ അതിനെന്താ മുന്തിരി ആരും പറിക്കരുത് ഇവിടെ. വേണ്ടേ, അതായത് മുന്തിരി ഇവിടുത്തെ ആരും പറിച്ചുകൂടാ. അതാണ് ഇവിടുത്തെ ഇത്. മുന്തിരിത്തോട്ടത്തിൽ സമാധി. അങ്ങനെ ഞങ്ങൾ ഓരോ മുന്തിരി ജ്യൂസ് വാങ്ങി നമുക്ക് ബസ്സിൽ പോകും. കാരണം നമുക്കിവിടെ അധികം കാണുന്നുണ്ട്. അറ്റ് ലാസ്റ്റ് ഇരുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനൽ നമ്മൾ കൊടൈക്കനാൽ എത്തിയിരിക്കുകയാണ്. നമ്മളെ ചെറുക്കുന്നതാ. പാർക്കിങ്ങിലോട്ട് എത്തിയൊക്കെയാണ്. നമ്മൾ അഖിലാംബികയിലേക്കാണ് എത്തിയിരിക്കുന്നത്. നമ്മളെ പാക്കേജർ നമുക്ക് ഫുഡൊക്കെ തന്നിരിക്കുകയാണ്. ചിക്കൻ റോസ്റ്റ്, ചപ്പാത്തി, പെറോട്ട, ഗ്രേവി. അതെ തന്നെ. അപ്പം നമ്മുടെ ടീമുകളെല്ലാവരും ഫുഡ് കഴിക്കാൻ തുടങ്ങി. അപ്പം നമുക്ക് ഫുഡ് കഴിക്കാം. ഞങ്ങളെല്ലാവരും റൂം എടുത്തു. യാത്ര പറയാൻ വന്നത്. ഇന്നത്തെ ട്രിപ്പിനെ കുറിച്ച് പറയാം. എങ്ങനെ ഉണ്ടായിരുന്നു പറഞ്ഞിട്ടു? ഓക്കെ. വരാതിരുന്നവന്മാര് നമുക്ക് കല്ലിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാല് പറഞ്ഞു പറ്റിക്കുന്നവന്മാരുണ്ടല്ലോ. അവന്മാരെ വിചാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്മാര് വന്നില്ലെന്നുണ്ടെങ്കിൽ കാര്യം നടക്കൂല എന്നൊക്കെയാണ്. പക്ഷേ നമുക്ക് അതൊന്നും ഒരു വിഷയമല്ല. നമ്മൾ മാക്സിമം നമ്മളോട് സഹകരിച്ചു മാക്സിമം എൻജോയ് ചെയ്ത് അടിപൊളിയായിട്ട് കൊണ്ടുപോകും. അതാണ് നമ്മളെ പ്രത്യേകത. സോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ കറന്റ് റൂം എത്തിയിരിക്കുകയാണ്. അപ്പം എല്ലാവരും റൂമുകളിൽ കയറി. അപ്പം ഞാനും നമ്മുടെ പയ്യന്മാരും ഒരുത്തത് ഇവിടെ ഇരിപ്പുണ്ട്, ഒരുത്ത ബാത്റൂമിൻ്റെ കയറിയിട്ടുണ്ട്. നല്ല തണുപ്പുണ്ട്. ഓക്കെ ഉണ്ടോ? ഓക്കെ. അപ്പം രാവിലെ മോർണിംഗിൽ ലൊക്കേഷൻ കാണിച്ചിടാം. ബൈ.